മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മിസൈലുകൾ അഗ്നിവർഷം തീർക്കുമ്പോഴും ലോകശക്തികൾ ഭയത്തോടെ നോക്കി നിൽക്കുന്ന ഒരു ചുവപ്പ് രേഖയുണ്ട്. അതാണ് ഗാർഗ് ദ്വീപ്. ഇറാന്റെ ജീവരക്തമായ എണ്ണ ഒഴുകുന്ന ഈ കൊച്ചു മൺതിട്ടയെ തൊടാൻ വൻ ശക്തികൾ പോലും മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോക വിപണിയിലെ 9% എണ്ണയുടെയും വിധി നിർണയിക്കുന്ന ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായ ഗാർഗ് എന്ന റെഡ് ലൈൻ രഹസ്യത്തിന് പിന്നിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയ സമവാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ വരുന്നവർക്ക് മുന്നിൽ ഗാർഗ് വെറുമൊരു ദ്വീപല്ല, അതൊരു വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധ കോട്ടയാണ്. പടിഞ്ഞാറൻ ഉപരോധങ്ങളെ പുല്ലുപോലെ തള്ളിക്കൊണ്ട് ഇറാന്റെ സാമ്പത്തിക ഭദ്രത കാത്തു സൂക്ഷിക്കുന്ന ഈ പ്രദേശം തകർക്കാൻ നോക്കിയാൽ തകരുന്നത് ലോകത്തിന്റെ തന്നെ സാമ്പത്തിക സമാധാനമായിരിക്കും. ഇസ്രയേലിന്റെ മിസൈൽ ഭീഷണികൾക്ക് മുന്നിൽ കുലുങ്ങാത്ത ഇറാന്റെ ആത്മവിശ്വാസത്തിന്റെ ഉറവിടവും ഈ മണ്ണാണ്. ഈ ചുവപ്പ് രേഖ കടന്നാൽ പിന്നെ ലോകം കാണാനിരിക്കുന്നത് ഇറാന്റെ ഇതുവരെ കാണാത്ത പ്രത്യാക്രമണങ്ങളുടെ പെരുമഴയായിരിക്കും. ഭൂപടത്തിൽ നോക്കിയാൽ പേർഷ്യൻ കടലിലെ ഒരു കൊച്ചു ബിന്ദു മാത്രമാണ് ഗാർഗ്. പക്ഷേ ആഗോള ഭൗമരാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ ലോകശക്തികളുടെ ഉറക്കം കെടുത്തുന്ന ഏറ്റവും കരുത്തുറ്റ കരുവും ഈ ദ്വീപ് തന്നെയാണ്. വെറും ഒരു മൺതിട്ടയല്ല ഇത്, മറിച്ച് പടിഞ്ഞാറൻ അധിനിവേശ മോഹങ്ങളെ അറബിക്കടലിന്റെ ആഴങ്ങൾ തളച്ചിടാൻ കെൽപ്പുള്ള ഇറാന്റെ തന്ത്രപ്രധാനമായ പ്രതിരോധത്തിന്റെ സിരാകേന്ദ്രം. എന്തുകൊണ്ടാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഗാർഗ് തീരത്തു നിന്ന് സുരക്ഷിത അകലം പാലിക്കുന്നത്? ആ കൊച്ചു ദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എങ്ങനെയാണ് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ മുൾമുനയിൽ നിർത്തുന്നത്? ഇറാൻ തീരത്ത് നിന്ന് 25 കിലോമീറ്റർ അകലെയാണ് ഗാർഗ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ചെറിയ പവിഴപ്പുറ്റ് ദ്വീപാണ്. പക്ഷേ 1960-കൾ മുതൽ ഇറാന്റെ ജീവനാഡിയാണിത്. പ്രതിദിനം 70 ലക്ഷം ബാരൽ എണ്ണ വരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഈ കേന്ദ്രം അമേരിക്കൻ കമ്പനിയായ അമോക്കോ ആണ് നിർമ്മിച്ചത് എന്നത് മറ്റൊരു വൈരുദ്ധ്യമാണ്. ഇറാന്റെ ആഴക്കടലിലുള്ള ഏക പ്രധാന തുറമുഖം ഇതാണെന്നിരിക്കെ ഇത് തകർന്നാൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തരിപ്പണമാകും. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ഗാർഗിലെ എണ്ണ കപ്പലുകൾക്ക് വിശ്രമമില്ല. മാർച്ച് 2 സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം 20 ലക്ഷം ബാരൽ എണ്ണ വഹിക്കുന്ന ഭീമൻ കപ്പലുകൾ അവിടെയുണ്ട്. എന്നാൽ ഒരു മാറ്റമുണ്ട്. മുൻപ് 10 കപ്പലുകൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 4 മാത്രമാണുള്ളത്. ശത്രുക്കളുടെ കണ്ണ് വെട്ടിക്കാൻ ലൊക്കേഷൻ സിഗ്നലുകൾ ഓഫ് ചെയ്താണ് ഇവയുടെ യാത്ര. ഗാർഗ് ദ്വീപിന് നേരെ ഒരു ആക്രമണം നടത്തുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഗുണത്തെക്കാളേറെ വൻ ദോഷങ്ങൾ വരുത്തി വെക്കുന്ന ഒന്നാണ്. അതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയൊക്കെയാണ്. ഒന്നാമതായി, ഗാർഗ് തകർന്നാൽ ഇറാൻ തിരിച്ചടിക്കുക സൗദി അറേബ്യയും UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയാകും. അത് മിഡിൽ ഈസ്റ്റിനെയാകെ ഒരു അഗ്നികുണ്ഡമായി മാറ്റും. രണ്ടാമതായി, ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും ഇത് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം തളർത്തുന്ന വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിന് വഴിതെളിക്കുകയും ചെയ്യും. ഇറാന്റെ എണ്ണയെ ആശ്രയിക്കുന്ന ചൈനയെ ഇത് പ്രകോപിപ്പിക്കുകയും അമേരിക്ക ചൈന ബന്ധം കൂടുതൽ വഷളാക്കുകയും ചെയ്യും. ഒരു യുദ്ധത്തിന് ശേഷമുള്ള ഇറാനിൽ എണ്ണ കയറ്റുമതി പൂർണ്ണമായും നിലച്ചു പോകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വസ്തുത. ചുരുക്കത്തിൽ, ഗാർഗ് എന്ന ചുവപ്പ് രേഖ കടക്കുന്നത് അമേരിക്കയെയും ലോകത്തെയും ഒരുപോലെ അപകടത്തിലാക്കുന്ന നീക്കമായിരിക്കും. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു രാഷ്ട്രീയ വശം അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള തന്ത്രപരമായ നിലപാടുകളിലെ വൈരുദ്ധ്യമാണ്. ഇസ്രയേൽ ഇറാന്റെ പടിഞ്ഞാറൻ അതിർത്തികളിൽ തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഗാർഗ് ഉൾപ്പെടുന്ന തെക്കൻ സമുദ്രാതിർത്തി അമേരിക്കൻ നാവികസേനയുടെ നേരിട്ടുള്ള നിരീക്ഷണ വലയത്തിലാണ്. ഇതിനർത്ഥം പേർഷ്യൻ കടലിലെ ഈ തന്ത്രപ്രധാനമായ ദ്വീപ് സുരക്ഷിതമായിരിക്കുന്നത് ഇസ്രയേലിന്റെ താല്പര്യത്തെക്കാൾ ഉപരി അമേരിക്കയുടെ മാത്രം തീരുമാനമാണ്. ഗാർഗ് ദ്വീപിനെ ലക്ഷ്യം വെക്കുന്നതിൽ നിന്ന്
ഇസ്രയേലിനെ അമേരിക്ക പിന്തിരിപ്പിക്കുന്നത് ലോക വിപണിയിലെ പ്രത്യാഘാതങ്ങൾ ഭയന്നാണ് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒരു വശത്ത് പ്രകോപനപരമായ ആക്രമണങ്ങൾ, മറുവശത്ത് വിട്ടുവീഴ്ചയില്ലാത്ത സാമ്പത്തിക താല്പര്യങ്ങൾ. അതാണ് അമേരിക്ക നടത്തുന്ന യുദ്ധതന്ത്രങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും അപ്പുറം ആഗോള വിപണിയെ വിറപ്പിക്കുന്ന എണ്ണയുടെ രാഷ്ട്രീയം ഗാർഗ് ദ്വീപിനെ ഒരു നോ ഗോ സോൺ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇറാനെ തകർക്കണോ അതോ ലോകത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കണോ എന്ന സങ്കീർണമായ പ്രതിസന്ധിയിലാണ് അമേരിക്ക ഇന്ന്. ശത്രുക്കളുടെ മിസൈലുകൾക്കും മുകളിൽ ഗാർഗ് എന്ന കരുത്തുറ്റ പ്രതിരോധം തല ഉയർത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ്.